4600 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരാൽ നിർമ്മിതമായ ഒന്നാണ് ഗിസയിലെ മഹത്തായ പിരമിഡ്. ഏകദേശം 23 ലക്ഷം കല്ലുകൾ ഉപയോഗിച്ചാണിത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ ചില കല്ലുകൾക്ക് 50 ടൺ വരെ ഭാരമുണ്ട്. എന്നാൽ ഇത്രയും ഭാരമേറിയ ഈ കല്ലുകൾ എങ്ങനെയാണ് 146 മീറ്റർ ഉയരത്തിലേക്ക് എത്തിച്ചത് എന്നതാണ് പ്രധാന ചോദ്യം. ചില ഗവേഷകർ വിശ്വസിക്കുന്നത് കല്ലുകൾ മുകളിലേക്ക് വലിച്ചു കയറ്റാൻ അവരൊരു പുറം റാമ്പ്, ചെരിഞ്ഞ പാത ഉപയോഗിച്ചിരുന്നു എന്നാണ്. എന്നാൽ ഈ റാമ്പിന് അമിതമായ കുത്തനെയുള്ള ചരിവ് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. കണക്കുകൂട്ടലുകൾ അനുസരിച്ച് ഇതിന്റെ ചരിവ് 8% താഴെയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ റാമ്പിന് പിരമിഡിനേക്കാൾ 1 കിലോമീറ്ററിലധികം നീളമുണ്ടായിരിക്കണം. എന്നാൽ ഇത്രയും ഒരു നിർമ്മിതിയുടെ യാതൊരുവിധ അടയാളങ്ങളും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് മറ്റൊരു സിദ്ധാന്തം കൂടി ഉയർന്നുവന്നു: സ്പൈറൽ റാമ്പ്, ചുറ്റുമുള്ള ചെരിഞ്ഞ പാത. ഇത് പിരമിഡിനു ചുറ്റും തിരിഞ്ഞു കയറുന്ന ഒന്നാണ്. കേൾക്കുമ്പോൾ ഇത് കൂടുതൽ പ്രായോഗികമായി തോന്നാമെങ്കിലും ഇത് നിർമ്മാണത്തിന്റെ കൃത്യത അളക്കുന്ന സർവേയർമാരുടെ കാഴ്ചയെ തടസ്സപ്പെടുത്തുമായിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ പിരമിഡിന്റെ കോണുകൾ, ആംഗിൾസ് കൃത്യമായി നിലനിർത്താൻ കഴിയില്ല. എന്നിട്ടും ഇന്ന് നമ്മൾ കാണുന്ന പിരമിഡ് ഏറെക്കുറെ തികഞ്ഞ കൃത്യതയുള്ളതാണ്. തുടർന്ന് 1990കളിൽ ഒരു പുതിയ സിദ്ധാന്തം അവതരിപ്പിക്കപ്പെട്ടു: